ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ ഞാൻ കണ്ടൊരു ട്രെൻഡേ, ഇപ്പോൾ ജെൻസികളെ ജോലിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടിരുന്നത്. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇക്വാലിറ്റി ഉള്ള തൊഴിലവസരങ്ങളിൽ മാനേജേഴ്സ് അതല്ലെങ്കിൽ എംപ്ലോയർ എന്നുള്ളൊരു കോൺസെപ്റ്റിന് അവർ താല്പര്യപ്പെടുന്നില്ല. 1960കളിൽ 50 രൂപയുണ്ടെങ്കിൽ ഒരു ഫാമിലി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ 1980 ഈ 50ന്റെ കൂടെ ഒരു 0 കൂടെ കൂടിപ്പോയി. 2020 ആകുമ്പോഴേക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ 50,000 രൂപയെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു 0 കൂടെ കൂടി. ഇതേ കണക്ക് വെച്ചിട്ട് ഇനിയൊരു 20 വർഷം കഴിഞ്ഞാൽ 2040 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ചൈനയിൽ പുതിയൊരു ഹോസ്പിറ്റൽ വരെ വന്നു. AI സംവിധാനം, റോബോട്ട്സും AIസും മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ. നമ്മളവിടെ എത്തുന്നു, ഈ AI റോബോട്ട്സ് നമ്മളെ പരിശോധിക്കുന്നു, ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു, തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും. അത് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഡ്രൈവർ ഇല്ലാത്ത കാറിലായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവും. ആ ലോകത്തിലേക്ക് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് അധിക കാലമൊന്നും വേണ്ട, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. നമ്മൾ വിചാരിച്ചിരുന്നത് ബ്ലൂ കോളർ ജോബുകളാണ് ആദ്യം നഷ്ടപ്പെടുക എന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ബ്ലൂ കോളർ ജോബുകൾ മാത്രമല്ല, വൈറ്റ് കോളർ ജോബുകളും എത്രയും പെട്ടെന്ന് വാനിഷ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ ഞാൻ കണ്ടൊരു ട്രെൻഡേ, ഇപ്പോൾ ജെൻസികളെ ജോലിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടിരുന്നത്. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പുതുതലമുറ ആളുകളെ ജോലിക്ക് ആവശ്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു, തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു. എന്നാൽ മറുവശത്ത് ഇവരെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനീസ് പല പല പ്രൊഡക്ട്സും അവർക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഇതൊക്കെ കാണുമ്പോൾ അവർക്കിത് വാങ്ങണം തോന്നും. മനുഷ്യരല്ലേ പിള്ളേന്ന് പറഞ്ഞ പോലെ അവർക്ക് വാങ്ങണം തോന്നും. അപ്പോൾ അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. അപ്പോൾ ഒരു EMIക്ക് വാങ്ങും. ഒരു EMI, 2 EMI, അങ്ങനെ EMIകൾ കൂടും. എന്നാൽ ഒരു വശത്ത് അവർക്കുള്ള വരുമാനം കുറഞ്ഞു വരുന്നു, അവർക്കുള്ള തൊഴിൽ സാധ്യതകൾ ഇത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു വശത്ത് ഇവർക്ക് ഇത്രമാത്രം ചിലവുകൾ, കാര്യങ്ങൾ, ഇത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, EMIs, ഒരു വശത്ത് വരുമാനം കുറയുന്നു, തൊഴിലവസരങ്ങൾ കുറയുന്നു. എന്തായിരിക്കും അവരുടെ ഒരു ഫ്യൂച്ചർ? MK പറഞ്ഞതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് നോട്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ജെൻസിയിൽ പെടുന്ന ആളുകളെ ജോബിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ പുതിയതായിട്ട് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകൾ, അവരെയാണ് ജെൻസി എന്ന് പറയുന്നത്, ഏറ്റവും യങ് ആയിട്ടുള്ള ആളുകൾ. അവരെ പൊതുവിൽ കമ്പനീസിനോ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണത്. ഒരുപാട് കമ്പനികളിലില്ല, പക്ഷേ ചില ആളുകൾ അത് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ വിഭാഗത്തിന് പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളൊരു തോന്നലാണ് പൊതുവിൽ ഈ കമ്പനികൾക്കോ അല്ലെങ്കിൽ HRമാർക്കൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ ഒരു ലോകത്താണ്. അവരുടെ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ അവരുടെ HR, അവരുടെ ലീഡേഴ്സ്, അതുപോലെ തന്നെ അവരുടെ മാനേജേഴ്സ്, അവരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ടോളറൻസ് കുറവാണ്. ഒരു നിസ്സാര കാര്യത്തിന് പോലും ഒരു വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു പ്രചാരണമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അത്തരമൊരു കമ്പനിയിൽ അറ്റ്മോസ്ഫിയറിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഈ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ പോലെയുള്ള വലിയ കമ്പനികളിലൊക്കെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ ആ പ്രശ്നം, ഈ പർട്ടിക്കുലർ ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ജനിച്ച് വീഴുന്നത് തന്നെ ഈ IT യുഗത്തിലേക്കാണ്. നമ്മളൊക്കെ 90s കിഡ്സാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം, നമ്മൾ TV കാണണമെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊക്കെ പോയിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു ഞായറാഴ്ചയൊക്കെയാണ് നമ്മളൊരു സിനിമ TV കാണുന്നത്. തിയേറ്ററിലൊക്കെ പോയി കാണുന്നത് വളരെ കുറച്ചാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് നമ്മൾ പല കളികളുണ്ടായിരുന്നു നമുക്ക് കുട്ടികളായിരുന്ന സമയത്ത്. പക്ഷേ ഈ ജനറേഷൻ്റെ പ്രത്യേകത, അവർ ഇൻ്റർനെറ്റിലാണ് ജനിച്ചു വീഴുന്നത്. അവർ ഈ മൊബൈൽ ഫോണിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ കാലഘട്ടത്തിലാണ് ജനിച്ചു വീഴുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേൾഡ് എന്ന് പറയുന്നത് വിർച്വൽ വേൾഡാണ്. അവർക്ക് കൂടുതൽ ഫിസിക്കൽ വേൾഡിലുള്ളതിനേക്കാൾ കണക്ഷൻസ് കൂടുതലുള്ളത് വിർച്വൽ വേൾഡിലാണ്. ആളുകളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അതല്ലെങ്കിൽ മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്തൊരു പ്രശ്നം ജെൻസിക്കുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കാം. നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു സർവൈവലായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ജോലിയുടെ കാര്യത്തിലൊക്കെ അവരൊരു സർവൈവൽ ജോലി എന്നുള്ള രീതിയിലായിരിക്കും. അവരവരുടെ ഇഷ്ടപ്പെട്ട ജോലി എന്നൊന്നായിരിക്കില്ല, കുടുംബം പുലർത്താനുള്ളൊരു ജോലി എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു അല്ലേ. നമ്മൾ പക്ഷേ കുറച്ചും കൂടെ മാറ്റം വന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിലാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി കണ്ടുപിടിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് നമ്മൾ പഠിക്കുന്നു. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ പാരൻസ് അത് നേടിത്തന്നു. സർവൈവൽ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഷെൽട്ടർ, നമ്മുടെ ഭക്ഷണം,
നമുക്ക് ആവശ്യം ഓൾറെഡി ഇതൊക്കെ റെഡിയാണ് അവിടെ. അതൊക്കെ ഓൾറെഡി നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായത്. എന്നാൽ ഈ പുതിയ തലമുറയ്ക്ക് എന്താണ്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. അവർ സർവൈവൽ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അവർ ഒരു തൊഴിലിൻ്റെ മഹാത്മ്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെൻസിയിൽ പെട്ട ആളുകൾക്ക് ഇന്ന് കാണുന്ന ടിപ്പിക്കൽ തൊഴിലിടത്തോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇക്വാലിറ്റി ഉള്ള തൊഴിലവസരങ്ങളിൽ മാനേജേഴ്സ് അതല്ലെങ്കിൽ എംപ്ലോയർ എന്നുള്ളൊരു കോൺസെപ്റ്റിന് അവർ താല്പര്യപ്പെടുന്നില്ല. അവർ കുറച്ചും കൂടെ ഇക്വാലിറ്റി ഉള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള, അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എംപ്ലോയി എന്നറിയപ്പെടുന്ന CEO മുതൽ അവിടുത്തെ അവരുടെ അപ്ലറ്റ് അതോറിറ്റി എന്നറിയപ്പെടുന്ന മാനേജർ വരെ ഉള്ള എല്ലാ ആളുകളും തുല്യരാണ് എന്നും അവരും അവരുടെ അതേ ലെവലിലുള്ള ഒരാളാണെന്നുള്ള തോന്നുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് അവർക്കുള്ളത്. ഇപ്പോഴത്തെ സിസ്റ്റം അംഗീകരിക്കുന്നില്ല എന്നോ? അതായത് നമ്മുടെ കോർപ്പറേറ്റ് വേൾഡ് ആ ഒരു സിസ്റ്റത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഈ കോർപ്പറേറ്റ് വേൾഡിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ജെൻസിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടൊരു ആഡാണ്, സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ആഡാണ്. സൊമാറ്റോൻ്റെ ഫേസ്ബുക്കിൽ അവർ സ്വിഗ്ഗിയുമായിട്ട് ഒരു കൊളാബറേഷൻ, ഈക്വൽ ആയിട്ട് രണ്ടുപേരും വളരുക, കൊളാബറേഷനോടുകൂടി വളരുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതൊരു പുതിയ കാല കോൺസെപ്റ്റാണ്. അത് മനസ്സിലാകാത്ത ആളുകളാണ് ഇന്നും ഉള്ളത്. അതായത് കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. പകരം നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നും നമ്മൾ കൊളാബറേറ്റീവായിട്ട് നിന്നിട്ട് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് മാർക്കറ്റിനെ വലിയ രീതിയിൽ വളർത്തുകയാണ് വേണ്ടതെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളത്തെ ഒരു തൊഴിൽ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആവണ്ടേ, ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഞാൻ MK പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ തൊഴിലെന്ന് പറയുന്നത് സാധാരണ ഒരു തൊഴിൽ ആയിരിക്കില്ല. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആ പ്രശ്നം ഉണ്ടല്ലോ, EMIയുടെ പ്രശ്നം, ഇപ്പം ഞാൻ ഇപ്പം എല്ലായിടത്തും കാണുന്നൊരു പ്രശ്നമാണത്. കാരണം എല്ലാവരും അവരുടെ വരുമാനത്തിന് അപ്പുറം, ഇപ്പോൾ നമ്മുടെയൊക്കെ അച്ഛനും മുത്തച്ഛനും ഉണ്ടായിരുന്ന കാലത്ത് അവർ സേവ് ചെയ്തിരുന്ന തുക ഇന്ന് നമ്മൾ സേവ് ചെയ്യുന്നില്ല. പലരും റോൾ ചെയ്തിട്ട് അവിടെ നിന്ന് കടം വാങ്ങി ഇവിടെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താണ്? ഈ ജെൻസിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ വളരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെയും ക്രെഡിറ്റിൻ്റെ ഒരു ലോകത്താണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ടാണ് നമ്മൾ സാധനം വാങ്ങിച്ചിരുന്നത്. ഇന്നവർക്ക് ക്യാഷ് വേണമെന്നില്ല. ക്യാഷ്ലെസ് എക്കോണമിയിൽ അവർക്ക് ക്യാഷ് വേണ്ട. പകരം അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അവർ കൊടുക്കുന്ന 50,000 30,000 തുടങ്ങിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യണം. രണ്ടാമതായിട്ട് അവർക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒരു ജോബ് കിട്ടിയാൽ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളെ ഫോം വിളിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഉണ്ട്. ഈ ക്രെഡിറ്റ് കാർഡും ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ആളുകൾ ക്രെഡിറ്റ് എടുക്കുന്നു. അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കും. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഉള്ള പൈസ എങ്ങനെ മാക്സിമം നല്ല രീതിയിൽ ചിലവാക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവർക്ക് ആമസോണിൽ 50,000 രൂപ ക്രെഡിറ്റ് ഉണ്ട്, ഫ്ലിപ്കാർട്ടിൽ 50,000 രൂപ ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡിൽ 1,00,000 രൂപ ക്രെഡിറ്റ് ഉണ്ട്. എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അവർ അതിൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൂടെ വാങ്ങിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിലവ് കൂടി വരികയാണ്. ഒരു 2 വർഷം മുൻപത്തെ എക്സ്പെൻസ് അല്ലെന്ന്, അവൻ്റെ ആവശ്യങ്ങൾ മാറി, എന്നാൽ അവൻ്റെ വരുമാനം ആലോചിച്ച് നോക്കും, അത് അവൻ വിചാരിച്ച രീതിയിൽ കൂടുന്നുമില്ല. ശരിയാണ്. നമുക്ക് നമ്മുടെ ചിലവുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻഫ്ലേഷൻ ലെവലിലുള്ള കൂടുതലുണ്ട്. അത് കൂടാതെ തന്നെ ഇന്ത്യ ഒരു വളരുന്ന രാജ്യമാണ്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ മാറുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജി അഡോപ്ഷൻ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നുണ്ട്. പണ്ട് കാലത്ത് എനിക്കറിയാം, എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്കൊരു മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇതൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്യാസ് ഇല്ലാത്ത വീടുകളില്ല. എല്ലാം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബൈയിങ് പവർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിലവ് സാധാരണഗതിയിൽ ഉള്ള വളർച്ചയേക്കാൾ കൂടുതൽ നമുക്ക് ചിലവുണ്ടാകുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. 1960കളിൽ 50 രൂപയുണ്ടെങ്കിൽ ഒരു ഫാമിലി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ 1980 ഈ 50ൻ്റെ കൂടെ ഒരു 0 കൂടെ കൂടിപ്പോയി. 500 രൂപയാണ് ഒരു കുടുംബത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കഴിയാനായിട്ട് വേണ്ടിയിരുന്നു. 500 രൂപ ഇല്ലാത്തവർ വന്ന് ജീവിച്ചിരുന്നു. പക്ഷേ 500 രൂപ ഉണ്ടിരുന്നെങ്കിൽ അവർ നല്ലൊരു അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ലെവലിലേക്ക് പോയിട്ടുണ്ടാവും.
പിന്നീട് വീണ്ടും 20 വർഷം കഴിഞ്ഞപ്പോൾ 2000-ലൊക്കെ ആയ സമയത്ത് ഒരു 0 കൂടെ കൂടിയാൽ 5000 രൂപ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തി. അപ്പം ഞാൻ ഈ സ്റ്റോറി ഞാൻ കേൾക്കുന്നത് 2004-ലാണ്. അന്ന് 5000 രൂപ ഇല്ലാത്തവരും അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അന്നൊരു 5000 രൂപയെങ്കിലും ആവശ്യമായിരുന്നു. ഇനി അന്ന് ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 2020 ആകുമ്പോഴേക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ 50,000 രൂപയെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു 0 കൂടെ കൂടി തിരക്കേടില്ലാതെ ജീവിച്ചു പോവാന്നുള്ള തുക 50,000 വേണ്ടി വരും എന്നുള്ളത് അന്ന് എന്നോടിത് പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ ഞാനത് സത്യത്തിൽ നല്ല രീതിയിൽ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. നടക്കില്ലല്ലോ, അന്ന് ചിന്തിച്ചത് നടക്കില്ല. 1,00,000 അത് 1,00,000 എന്നാന്ന് പറയാ. അതെ, അന്ന് വെറും 16 കൊല്ലം കഴിയുമ്പോൾ ഇത്ര വലിയ മാറ്റം വരും. ഒരു മാസം കഴിയാൻ 1,00,000. 1,00,000 അന്ന് ലക്ഷങ്ങൾക്കൊക്കെ വിലയുള്ള സമയം. കാരണം നമ്മുടെ ലോട്ടറികളൊക്കെ ലക്ഷാധിപതി എന്ന് പറയും, ഇന്നാണ് കോടിപതിയായത്. അന്ന് ലക്ഷാധിപതി ആയിരുന്ന കാലഘട്ടത്തിലാണത്. അപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ ഞാനന്ന് ആലോചിച്ചു, ശരി ഓക്കെ, ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. 50,000 രൂപയൊന്നും വേണ്ടിയില്ല, ഒരു 15,000 20,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം. പൊതുവിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇന്ന് 50,000 രൂപയോ 50,000 രൂപയ്ക്ക് മുകളിലൊക്കെ സാലറി ഉണ്ട്. അവരിന്നൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ആരും പോകുന്നില്ല. അപ്പം ഇതേ കണക്ക് വെച്ചിട്ട് ഇനിയൊരു 20 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഒരു 0 കൂടെ കൂടുമ്പോൾ 5,00,000 രൂപ വേണ്ടി വരും എന്നുള്ളതാണ്. 2040 നമ്മളൊക്കെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 2040 ഒരു ഫാമിലിക്ക് 4 അംഗ ഫാമിലിക്ക് കഴിഞ്ഞു പോകാൻ 5,00,000 രൂപയെങ്കിലും വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, 2040 നിങ്ങളുടെ കയ്യിൽ ഒരു 5,00,000 രൂപ വേണം ഒരു മാസം തള്ളി നീക്കാൻ. ഇതാണ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് നമ്മൾ എഴുതി വെച്ചോളൂ. 2040 നമുക്ക് ഇതേ കാര്യം ഒന്നും കൂടെ ചർച്ച ചെയ്യാം ജീവനോടെ ഉണ്ടെങ്കിൽ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എത്ര പേർക്ക് 5,00,000 രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജോലി സമ്പാദിക്കാൻ സാധിക്കും ആ ഒരു കാലഘട്ടത്തിൽ? അല്ല, വളരെ സ്കിൽഡായ വളരെ കുറച്ച് പേർക്ക് പറ്റും. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ പ്രകാരം ജോലി ചെയ്യുന്ന പല ആളുകൾക്കും എഐയും മെഷീൻ ലേണിങ്ങും അതും ഇതൊക്കെ വരുന്നതോടുകൂടി അവർക്കൊക്കെ തൊഴിൽ പോകും. ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള ഒരാൾക്ക് പറ്റുമായിരിക്കും. എന്തായിരിക്കും സ്പെഷ്യലൈസ്? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. 2040 ഈ IT ജോബ് ഇതുപോലെ ഉണ്ടാവുമെന്നാണോ? ഇല്ല. ഡോക്ടർമാർ ഇതുപോലെ ഉണ്ടാവും? ഇല്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അല്ല, ഇപ്പം ഞാൻ കേട്ടൊരു കഥ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു ഇനി ബാക്കിലോട്ടൊരു 100 വർഷത്തെ രോഗത്തെ അനലൈസ് ചെയ്തിട്ടൊരു ഇതാണ് ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മളെ എഐക്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ ഡോക്ടറിനെ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതെ, നമ്മൾ മനുഷ്യന്മാർ ഒരു രോഗനിർണയം നടത്തിയാൽ, ഡോക്ടേഴ്സ് രോഗത്തെ നിർണയം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആക്യുറസി ഇന്നത്തെ ലെവലിൽ 96% ആണ്. AI വെച്ചിട്ട് നമ്മളിത് അനലൈസ് ചെയ്യുന്ന സമയത്ത് 98% ആക്യുറസി ഉണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ചൈനയിൽ പുതിയൊരു ഹോസ്പിറ്റൽ വരെ വന്നു. AI സംവിധാനം, റോബോട്ട്സും AIസും മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഓപ്പണായി കൊടുത്തിട്ടില്ല. അവരിപ്പോൾ കൂടുതലും അവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. നഴ്സുമാർക്കുള്ള ട്രെയിനിങ്, ഡോക്ടേഴ്സിനുള്ള ട്രെയിനിങ് ഒക്കെയാണ് നടത്തുന്നത്. പക്ഷേ അധികം വൈകാതെ ആ ട്രെയിനിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന ഡാറ്റ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ AI കാറുകൾ റോഡുകളിൽ, ഓട്ടോമാറ്റിക് കാറുകൾ റോഡുകളിൽ ഇറങ്ങുന്ന പോലെ ഇത്തരം ഹോസ്പിറ്റൽസും ഡോക്ടർമാരൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ അപ്പോളോ അങ്ങനെ വലിയ എന്താണ് അസ്റ്റർ അങ്ങനെ വലിയ കോർപ്പറേറ്റ് കമ്പനീസാണ്. അവരെ സംബന്ധിച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ടെക്നോളജി ഈസിയാണ്. അവിടെ ഒരുപാട് ബേർഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കാരണം ഇപ്പം നമുക്കറിയാം ഈ ഡോക്ടേഴ്സ് മനുഷ്യരാണ്. അവർക്ക് ചിലപ്പോൾ ലീവ് വേണ്ടി വരും, അതല്ലെങ്കിൽ അവർക്ക് വല്ല കയ്യബദ്ധങ്ങളും സംഭവിക്കാം. AIനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് പാതിരാത്രിയും ഇവർ ചെന്ന രോഗനിർണയം നടത്തുകയും ചികിത്സ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനമായിരിക്കും. നമ്മളിപ്പോൾ ഒരു നെഞ്ചുവേദന വന്നാൽ നമ്മളെന്താ ചെയ്യുക? തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും. അവിടെ നിന്ന് നമ്മളെ റെഫർ ചെയ്തിട്ട് വലിയൊരു ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വിടും. ഇതാണുള്ള അവസ്ഥ. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് വാച്ച്, ഇതുപോലത്തെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടാവും. ഈ സ്മാർട്ട് വാച്ചിൽ നമ്മുടെ ബ്ലഡിൻ്റെ പ്രഷർ അറിയാനുള്ള, SpO2 അറിയാനുള്ള സംവിധാനങ്ങൾക്ക് ഇന്ന് ഓൾറെഡി ഉണ്ട്. ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മെഡിസിൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം അധികം വിദൂരമല്ലല്ലോ, നമുക്കത് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നമ്മളിങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്മാർട്ട് വാച്ച് പറയുന്നു, നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്ര ഡിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ
അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ഈ മെഡിസിൻ ഇത്രയും പെട്ടെന്ന് കഴിക്കുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു AI ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഈ ഡാറ്റ എല്ലാം AI ഹോസ്പിറ്റലിലേക്ക് ഈ സ്മാർട്ട് വാച്ച് കൈമാറിയിട്ടുണ്ടാവും. നമ്മളവിടെ എത്തുന്നു, ഈ AI റോബോട്ട്സ് നമ്മളെ പരിശോധിക്കുന്നു, ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരും. അത് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഡ്രൈവർ ഇല്ലാത്ത കാറിലായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. ഈ ഒരു ലോകമാണ് നമുക്കിനി വരാനിരിക്കുന്നത്. ആ ലോകത്തിലേക്ക് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് അധിക കാലമൊന്നും വേണ്ട, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഒരു ടീച്ചർ, ഇപ്പോൾ സയൻസ് എടുക്കുന്ന ഒരു ടീച്ചർ വെച്ചിട്ട് കേരളത്തിലെ മൊത്തം കുട്ടികൾക്കും അല്ലെങ്കിൽ ഇനി ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇനി ഉണ്ടാവില്ല. കാരണം ഈ കുട്ടികളെല്ലാം വളരുന്നത് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ്റെ കാലഘട്ടത്തിലാണ്. അവരെല്ലാം ഇൻഫർമേഷൻ, ആവശ്യത്തിലധികം ഇൻഫർമേഷൻ ഇന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ്, അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ മോനെ ഇവൻ 1.5 വയസ്സായപ്പോഴേക്കും എല്ലാ അക്ഷരങ്ങളും പറയുന്നുണ്ടായിരുന്നു. നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തതല്ല. എൻ്റെ ടീഷർട്ടിലുണ്ടായിരുന്ന ഒരു അക്ഷരങ്ങൾ വായിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ എല്ലാ അക്ഷരങ്ങളും അറിയാമെന്നുള്ളത്. ആ ലെവലിലാണ് ഇനി വരുന്ന കുട്ടികൾ, ഇനി വരുന്ന തലമുറ, ജെൻസിക്ക് അപ്പുറമുള്ളൊരു തലമുറ വരുന്നത് ഈ ലെവലിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ പഠിപ്പിക്കാനും അതല്ലെങ്കിൽ പുതിയ അറിവുകൾ പകരാനും ഒരു ടീച്ചറുടെ ആവശ്യം ഉണ്ടാവില്ല. പകരം അവർ ഈ ഇൻഫർമേഷൻ എല്ലാം അവർ തന്നെ സ്വന്തം പഠിക്കുന്ന ലെവലിലേക്ക് വളരുകയും ആ ഒരു ടൈപ്പ് ഓഫ് തലമുറയായിട്ട് വരികയും ചെയ്യും. നമ്മൾ വിചാരിച്ചിരുന്നത് ബ്ലൂ കോളർ ജോബുകളാണ് ആദ്യം നഷ്ടപ്പെടുക എന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ബ്ലൂ കോളർ ജോബുകൾ മാത്രമല്ല, വൈറ്റ് കോളർ ജോബുകളും എത്രയും പെട്ടെന്ന് വാനിഷ് ആവാൻ പോവുകയാണ്. ജോബ് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജോബ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല, ഓപ്പർച്യൂണിറ്റിയാണ് ഇല്ലാതാവുന്നത്. അത് സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറയാം. പണ്ട് കാലത്ത് നമ്മളൊരു കാറിൽ കയറിയാൽ അതിൻ്റെ വിൻഷീൽഡ് നമ്മളെല്ലാവരും തിരിച്ചിട്ടായിരുന്നു അത് പൊക്കിയിട്ടുണ്ടാകുകയും താത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഡ്രൈവറുടെ സീറ്റിലിരുന്നിട്ട് സ്വിച്ച് അമർത്തുന്നതിലൂടെ 4 വിൻഷീൽഡും, അപ്പോൾ 4 പേരുടെ തൊഴിൽ അവിടെ ഇല്ലാതായി. 4 പേരുടെ തൊഴിൽ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി ഇല്ല, ആ പണി അവിടെ തന്നെ ഉണ്ടാണ്. ആ ഒരാളാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ചെയ്യാനുള്ളത്. ഓഫ് കോഴ്സ് ധാരാളം പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. MK ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിൽ കടയുടെ പേരൊക്കെ എഴുതുന്ന ഒരാളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ശ്രീനി എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് ഓർമ്മയുണ്ട്, എന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അതെ, ചിത്രം വരയ്ക്കും. മോഹൻലാലിൻ്റെ പടം, മമ്മൂട്ടിയുടെ പടമൊക്കെ നമ്മൾ എത്രയോ തവണ നോക്കി നിന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ. പക്ഷേ ഈ ഫോട്ടോഷോപ്പിൻ്റെ വരവോട് കൂടിയിട്ട് അത് അപ്രത്യക്ഷമായി, ആ തൊഴിലില്ല. ഇന്ന് ആ അദ്ദേഹത്തെ പോലും കാണാനില്ല. പക്ഷെ അതവിടെ നടക്കുന്നുണ്ട്, അതിനേക്കാൾ നന്നായി നടക്കുന്നുണ്ട്, നന്നായിട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അന്ന് ഒരാൾ ഒരു ബോർഡ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഒരു 5-6 ദിവസം കൊണ്ട് അയാൾ ഒരു ബോർഡ് എഴുതിയിരുന്നത്, ഇന്ന് ഒരാൾക്ക് 2-3 മണിക്കൂർ കൊണ്ട് വലിയ ബോർഡുകൾ ഉണ്ടാക്കാനും 10-15 ബോർഡുകൾ ഒരു ദിവസം തന്നെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ടെക്നോളജിയാണ് ഇന്നത്തെ ഫോട്ടോഷോപ്പ് വെച്ചിട്ടുള്ളത്. ഇനി ഈ AI-ൻ്റെ വരവോടുകൂടി എന്താ സംഭവിക്കുക? ഇയാൾക്ക് ആയിരക്കണക്കിന് ബോർഡുകൾ ഒരു ദിവസം, ഹോർഡിങ്സൊക്കെ ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന ലെവലിലേക്ക് ഇയാൾ വളരും. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിലൂടെയും പല കാര്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടൊക്കെ അയാൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെടും. കാരണം അതിൻ്റെ കോസ്റ്റ് വളരെയധികം കുറയും. കോസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഉൽപ്പന്നത്തിൻ്റെയും കോസ്റ്റ് കുറയും. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഡ്രൈവർ നമ്മുടെ ആവുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളത്. ആ സ്കില്ല് നമ്മുടെ കയ്യിൽ വേണം, ആ സ്കില്ല് നമുക്ക് വേണം എന്നുള്ളതാണ്. ജെൻസിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കുറ്റം പറയല്ല, ബേസിക്കലി അവർക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ജെൻസിയുടെ ഒരു രീതി തന്നെ അതായിരിക്കും ഈ ഫ്യൂച്ചർ എന്നല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ജെൻസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ജെൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ തലമുറ പഴയ തലമുറയേക്കാൾ കുറേ മെച്ചപ്പെട്ട കാര്യങ്ങൾ അവർക്കുണ്ട്. എല്ലതും കുറ്റം പറയണ്ട, നല്ലത് പറയാൻ കുറേ ഉണ്ട്. ഓക്കെ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം, പണ്ട് കാലത്ത് നമ്മളത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. കറുത്തവരെ കളിയാക്കുന്നു, പിന്നെ ഉയരം കുറഞ്ഞവരെ കളിയാക്കുന്നു, പല്ല് പൊന്തിയ ആളുകളെ കളിയാക്കുന്നു. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ, അല്ലെ, നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ കളിയാക്കിയിരുന്നല്ലോ. എന്തിന്, സിനിമകൾ പോലും നമുക്കത് കാണാമായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പല ആളുകളും കളിയാക്കുന്നു. ഇന്ദ്രൻസിനെ കൊടക്കമ്പി എന്നാ വിളിച്ചിരുന്നത്. ഇന്നത്തെ തലമുറ അത്തരം കാര്യങ്ങൾ അവർ ഒരിക്കലും അനുവദിക്കില്ല. അത് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്, അത് അവരുടെ ക്വാളിറ്റിയാണ്. മാത്രമല്ല ഈ കറുത്ത ആളുകളെ കളിയാക്കുന്നത് ഒരു കോമഡി അല്ല, അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ അതൊരു അവരുടെ ക്വാളിറ്റിയാണ്. ഇപ്പൊ ദിലീപ് സിനിമകൾ ഒന്നാട് ഡൗൺ ആവുന്നതിന്റെ പിന്നിൽ ഞാനങ്ങനെ കാണുന്നുണ്ട്.
ഈ ഒരു പ്രശ്നം ഈ ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടത്. ആ, അതെ, ആ, അതെ. ആ, അതെ. ആ പുതിയ തലമുറക്ക് ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ കഴിയാത്ത സാധനം കോമഡികളാണ് അതിനകത്തുള്ളത്. പല കോമഡികളും അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതെ. അത്തരം കാര്യങ്ങളിലൊക്കെ അവർ വലിയ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൊഴിലിടങ്ങളിലുള്ള ഈ സെൻട്രലൈസേഷൻ ഓഫ് പവറും അതല്ലെങ്കിൽ ആളുകൾ അവരെ അധികാരം ഉപയോഗിച്ചിട്ട് അവരെ ഒതുക്കുന്നതും അതിനകത്തുള്ള പൊളിറ്റിക്സ്, ഇന്നർ പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ സത്യത്തിൽ മടുപ്പിക്കുന്നുണ്ടാവാം, ഈ ജെൻസിയെ മടുപ്പിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ ഒരു മാറ്റം ഇപ്പോൾ വലിയ രീതിയിൽ അത്യാവശ്യമാണ്. ഈ മാറ്റം ഇല്ലാത്തതാണ് സത്യത്തിൽ ജെൻസിയെ ഈ തൊഴിലിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയോ? ശരിക്കും ജെൻസിയാണ് കുറച്ചുകൂടെ ശരി എന്ന് എനിക്ക് പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് പുതിയ ഈ കോർപ്പറേറ്റ് വേൾഡിനെ ജെൻസിയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്, അഡാപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ജെൻസിയെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. അവർ വരുന്ന തലമുറയാണ്. ആ തലമുറയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടൊരു വികസനം സാധ്യമല്ല. അപ്പോൾ ഈ ജെൻസിയെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് സത്യത്തിൽ ആ പ്രശ്നം കോർപ്പറേറ്റ് വേൾഡിൻ്റെ തന്നെയാണ്. ആ കോർപ്പറേറ്റ് വേൾഡ് ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് പുതിയ ടെക്നോളജികൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്പനികളൊക്കെ വരുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മാനേജർ ഉണ്ടാവില്ല, അതിനകത്തൊരു ലീഡർ ഉണ്ടാവില്ല, അതിനകത്തൊരു പർട്ടിക്കുലർ ആൾക്ക് സ്പെഷ്യൽ പവറുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്കണോമിയിൽ ഇന്ന് ധാരാളം കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് കൊളാബറേറ്റീവായിട്ട് അവരെല്ലാം ഒരു പുതിയ ഐഡിയയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്, ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഈ പുതിയ ജനറേഷൻ വർക്ക് ചെയ്യുന്നത്. അത്തരം ഒരു ലെവലിലേക്ക് നമ്മുടെ കോർപ്പറേറ്റുകൾക്ക് വരാൻ കഴിയാത്തത് ജെൻസിയുടെ കുറ്റമായിട്ട് കാണരുത്. പിന്നെ ഞാൻ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ അടുത്ത തലമുറയാകുമ്പോഴോ നമ്മുടെ DNA-നെക്കാളും കുറച്ച് ബെറ്റർ ആവണല്ലോ, ബെറ്റർ ആവും. കുറച്ചുകൂടി മെമ്മറി അവരുടെ അടുത്തുണ്ട്. ജെൻസിയുടെ തലമുറയെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു തലമുറയുണ്ട്, അതിന് മുമ്പിലുള്ള തലമുറയുണ്ട്. ഈ തലമുറ എങ്ങനെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. പണ്ട് കാലത്ത് മനുഷ്യൻ നമുക്ക് അറിവായ കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്റ്റോൺ ഏജ് കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും മസിൽ പവറുള്ള ആളാണ് ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആയ ആള്. ഓക്കെ. മസിൽ പവർ കൊണ്ട് മാത്രമാണ് അവർ ജീവിച്ചിരുന്നത്. അവർ ഏറ്റവും കടുവയെ വേട്ടാടുന്നതും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം തേടുന്നതും ഒക്കെ നല്ല മസിൽ പവറുള്ള. അന്നത്തെ പവർ എന്ന് പറയുന്നത് അന്ന് മസിൽ പവർ ആയിരുന്നു. അന്നത്തെ പവർ എന്ന് പറയുന്നത് മസിൽ പവറാണ്. ഓക്കെ. അതിനാണ് ആ വീട് തന്നെ ഉണ്ടാവുന്നത്. അതെ. പക്ഷേ ഈ കൃഷിയുടെ വരവോട് കൂടിയിട്ട് മസിൽ പവറിൻ്റെ പ്രാധാന്യം ഇല്ലാതെ അന്ന് മൃഗങ്ങളെ യൂസ് ചെയ്തിട്ടായിരുന്നു കൂടുതൽ കൃഷിയിടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെതായിട്ടുള്ളൊരു മസിൽ പവർ ആവശ്യമായിരുന്നില്ല. അന്ന് ഏറ്റവും വലിയ പവർ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഭൂമി, ലാൻഡ് കയ്യിലുള്ള ആളുകളായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കുറേ ജന്മിമാരൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഈ ജന്മി കുടിയാൻ ബന്ധനം ഉണ്ടാകുന്നത് ഈ ലാൻഡിൻ്റെ ബേസിലാണ്. ലാൻഡ് ഓൺ ചെയ്യുന്ന ആൾക്ക് കപ്പം കൊടുത്ത് കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഈ ഓണർക്ക് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ജന്മി കുടിയാൻ ബന്ധം ഉണ്ടാവുന്നത്. പവർ ആദ്യം മസിൽ പവർ ആയിരുന്നു പവർ, സെക്കൻഡ് ആയിട്ട് പിന്നെ ലാൻഡ് ആയിരുന്നു പവർ, പിന്നെ തേർഡ് ആയിട്ട് പിന്നീട് കാലഘട്ടം മാറിപ്പോയി. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയൽ ഏജിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആളുകളെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാരൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് ലോകം മൊത്തം ബ്രിട്ടീഷുകാർ ഭരിക്കാനുള്ള കാരണം അവർക്ക് ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് സ്കില്ല് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലാണ് അതിന് വേണ്ടത്. ഈ പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലുള്ളവരായിരുന്നു അന്ന് ഏറ്റവും വലിയ പവറുള്ള ആളുകളായിട്ട് മാറിയിരുന്നത്. ബ്രിട്ടീഷുകാർ അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് അങ്ങനെയായിരുന്നു. ആ ഒരു രീതിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇൻഫർമേഷൻ ഏജ് വന്നു. ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇൻഫർമേഷൻ ഏജിലാണ്. നിർഭാഗ്യവശാൽ ഇൻഫർമേഷൻ ഏജിൻ്റെ ഏറ്റവും അവസാനത്തെ ദശകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇൻഫർമേഷൻ ഏജിൽ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഡാറ്റ കയ്യിലുള്ള ആളുകളാണ്, ഇൻഫർമേഷൻ കയ്യിലുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ ഡാറ്റ ഉള്ളത് ആരാണോ അവരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഫേസ്ബുക്ക്, ഗൂഗിള്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അതിന് അത്രമാത്രം ഡാറ്റ ആവശ്യമാണ്. ഡാറ്റ കൊടുക്കുന്നതിൻ്റെ ക്വാളിറ്റിയും ഡാറ്റയുടെ എണ്ണവും അനുസരിച്ചിട്ടാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്, എത്രമാത്രം വലിയ പാരാമീറ്റേഴ്സാണ് അതിനകത്ത് വരുന്നതെന്നൊക്കെ ഉള്ളത് നിശ്ചയിക്കപ്പെടുന്നത്. ഡാറ്റയുള്ള ആളുകളാണ് ഇപ്പോഴും പവർഫുൾ, അല്ലേ? ഇനി നമ്മൾ ഈ ഒരു കാലഘട്ടം കഴിയുന്ന അതോട് കൂടിയിട്ട് ഈ ഡാറ്റയുള്ള ആളുകൾക്കും പ്രാധാന്യമില്ലാതായിട്ട് മാറും. അവിടെ പിന്നെയുള്ളത് ഒരു ഡീസെൻട്രലൈസേഷനും കൊളാബറേഷനും കമ്മ്യൂണിറ്റിക്കാണ് പ്രധാനമുള്ളത്.
ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും ഇനി കൂടുതൽ, കമ്പനികൾക്ക് മാത്രമല്ല കമ്മ്യൂണിറ്റികൾക്കും കൂടിയായിരിക്കും കൂടുതൽ സാധ്യത ഉണ്ടാവുക. അപ്പോൾ അന്ന് ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കാനുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രാധാന്യം. അതാണ് നമ്മൾ ജെൻസിയിൽ കാണേണ്ടത്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടിയുള്ള തലമുറയാണ് അവർ നമ്മൾ ഇന്നത്തെ കമ്പനി അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ ഫിറ്റ് ഇൻ ചെയ്താൽ അവരൊരിക്കലും ഫിറ്റ് ആവില്ല. കാരണം അവർ വരാനിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റാണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് എക്കണോമിയാണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ്, എല്ലാവർക്കും തുല്യ സ്ഥാനം നൽകുന്ന ഒരു എൻവയോൺമെൻറ്റാണ് അവർക്ക് വേണ്ടത്. അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും എഡ്യൂക്കേഷൻ ഒരു മാറ്ററേ ആവില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ CEO തന്നെ കുറച്ച് മുമ്പ് പറയുണ്ടായി, ആപ്പിളിലേക്ക് എടുക്കുന്ന ആളുകളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളുടെ എഡ്യൂക്കേഷൻ അല്ല എന്നും അയാളുടെ ഇൻബോൺ ആയിട്ടുള്ള ഇന്നേറ്റീവ് ആയിട്ടുള്ള സ്കിൽസാണ്. അത് അയാൾ ഡെവലപ്പ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അയാൾ അക്വയർ ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത്തരം സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ള ആളുകളോടൊപ്പം കൊളാബറേറ്റ് ചെയ്യാനുള്ള എന്ത് സ്കില്ല് നമുക്കുണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇന്നിപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിലുള്ള ഓണേഴ്സിന് മാനേജേഴ്സിനെല്ലാം അറിയാം ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഞാൻ ഏതെല്ലാം കമ്പനിയിൽ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് എന്നെ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇനി വരാനിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ ആളാരാണെന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല. ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ ഹയർ ചെയ്യാനും അയാൾക്ക് ജോലി കൊടുക്കാനും അയാൾക്ക് സെക്യൂറായിട്ട് കോൺഫിഡൻഷ്യൽ ഡാറ്റ കൈമാറാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം വരും. ആ ഒരു രീതിയിലേക്കാണ് കാലഘട്ടം മാറുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് അത്തരം ഒരു പുതിയ വലിയ സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു വിചാരിക്കാം. പോകുന്ന വഴിയിൽ ഒരു സേലം എത്താറായ സമയത്ത് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. നമുക്കറിയില്ല ആ സ്ഥലത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് നോക്കും, അതല്ലെങ്കിൽ ആ തൊട്ടടുത്ത് ഹെൽപ്പ് ലൈൻ നമ്പർ എന്തെങ്കിലും ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് ആളുകളെ വരുത്തും. ഇങ്ങനെയാണല്ലോ. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു രീതി ആയിരിക്കില്ല. നമ്മൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാവില്ല. ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള ഒരു P2P ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഒരു ആപ്പ് പോലെ തന്നെ. അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരാളുടെ ഐഡൻറ്റിറ്റി അറിയാതെ അയാളുടെ ക്വാളിറ്റീസ്, അയാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ അയാളുടെ റേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അയാളെക്കുറിച്ചിട്ട് അറിയാൻ പറ്റും. അയാളെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിയർ ലൊക്കേഷനിലുള്ള ഒരാളെ നമ്മൾ ബുക്ക് ചെയ്യുന്നു, അയാൾ വന്ന് നമ്മുടെ വണ്ടി നന്നാക്കി തരുന്നു, നമ്മൾ പോകുന്നു. ഈ വന്ന ആളാരാണെന്നോ അയാളുടെ ഫോൺ നമ്പർ എന്താണെന്നോ പോലും നമുക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ജോബുകളും. IT ജോബുകൾ ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു സ്പെസിഫിക് ടാസ്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും കൂടുതൽ ജോലികളും ഇനി ഉണ്ടാവുക. അതല്ലാതെ 9 to 5 എന്നുള്ള കോൺസെപ്റ്റ് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ പവർ സ്ട്രക്ചർ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മാറി. ആദ്യം മസിൽ പവർ ആയിരുന്നു, പിന്നീട് ലാൻഡ് ആയിരുന്നു, പിന്നീട് മാനേജ്മെൻ്റ് ആയിരുന്നു, പിന്നീട് ഇന്നത്തെ ഇൻഫർമേഷൻ യുഗത്ത് ഇൻഫർമേഷനായി. അതിൻ്റെ ലാസ്റ്റ് കാലത്ത് ഇനി വരാൻ പോകുന്നൊരു കാലം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് വേണം നമുക്ക്. എന്നാൽ വെറും സ്പെഷ്യലൈസ്ഡ് സ്കില്ല് മാത്രം പോരാ, ഒരു കൊളാബറേറ്റീവായിട്ട് അവിടെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ ഒരു എൻവയോൺമെൻറ്റിൽ എല്ലാവരും ഒരുപോലെ ഈക്വൽ റൈറ്റ്സോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുക കോൺസെപ്റ്റ് ഉണ്ടാവില്ല അവിടെ. ആ ഒരു തരത്തിൽ നമ്മളെങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലേ? അതെ.